യൂട്യൂബും കോണ്ടന്റ് ക്രിയേഷനും ഒക്കെ വളരെ ശക്തമായത് കൊറോണ കൊണ്ടാണെന്ന് പറയാം. കൊറോണ വന്ന സമയത്ത് കുറെ ബിസിനസ്സുകൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ കുറെ ബിസിനസ്സുകൾ കൊറോണ മൂലം കയറി വന്നു. എന്ത് സംഭവിച്ചാലും അതിനൊക്കെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ കൊറോണ സമയത്ത് വീഡിയോ ബാക്കിയുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സെയിൽസിൽ കുറച്ച് കുറവുണ്ടായെങ്കിലും മൈക്കുകളുടെ സെയിലിൽ അപാരമായ ഒരു കുതിച്ചു കയറ്റം ഉണ്ടായത്. സ്കൂളുകളിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനും മറ്റുമായിട്ട് മൈക്കുകൾ കിട്ടാനില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മൈക്കുകൾ 1500 രൂപയുടെ മൈക്കുകളൊക്കെ ആയിരുന്നു അതിനു മുമ്പ് വിറ്റുകൊണ്ടിരുന്നത്, ജനങ്ങൾ തിരക്കൊണ്ടിരുന്നത്. അതിനുശേഷം മൈക്കുകളുടെ എണ്ണത്തിലും അവൈലബിലിറ്റിയിലും ക്വാളിറ്റിയിലും ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഇപ്പോൾ 30,000, 40,000, 50,000 രൂപയുടെ മൈക്കുകളാണ് പലരും ഉപയോഗിക്കുന്നത്. ഒരു മിനിമം ഒരു 10,000 രൂപ തൊട്ടിട്ട് നമുക്ക് വയർലെസ് മൈക്കുകൾ ഒത്തിരി അവൈലബിൾ ആണ്. ആ ശ്രേണിയിലേക്ക് ഹോളി ലാൻഡ് 1-2 മൈക്കുകൾ ഇറക്കിയിട്ടാണ് വീണ്ടും ലാബ് 2 എന്ന് പറയുന്ന മൈക്കുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ട്രാൻസ്മിഷൻ രംഗത്ത് വീഡിയോ ട്രാൻസ്മിഷൻ ഓൺലൈൻ കവറേജ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പേരായിരുന്നു ഹോളി ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഹോളി ലാൻഡിന്റെ ഒത്തിരി പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരുന്നു. അവരുടെ ഏറ്റവും പുതിയ മൈക്കാണ് ലാബ് 2 എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയാൽ ഒരു USB Type-C കേബിൾ വരുന്നുണ്ട്, ഒരു 2 ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്, ഒരു റിസീവർ വരുന്നുണ്ട്, പിന്നെ 2 ഡെഡ് കാറ്റ്സ്, നമുക്ക് കാറ്റിന്റെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഡെഡ് കാറ്റ് വരുന്നുണ്ട്, ഒരു ലൈറ്റ്നിങ് പോർട്ട് വരുന്നുണ്ട് നമുക്ക് ഐഫോണിൽ ഉപയോഗിക്കാനായിട്ട്, പിന്നെ C പോർട്ട് വരുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ കൂടെ വരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്ന് നോക്കിയാൽ, ഒന്ന്, ഇതിനു വേണ്ടി ലാക്കിന്റെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുതുതായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിലുള്ള ഡിവൈസിന്റെ പെർസെന്റ് എത്രയാണ്, ഇത് എത്ര കൂടെ വർക്ക് ചെയ്യും, അതിന്റെ ഗെയിൻ എത്രയാണ്, ഇതെല്ലാം കാണാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ റിസീവറിൽ നമുക്ക് 3 സ്റ്റെപ്പിൽ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഡയൽ വന്നിട്ടുണ്ട്. ഈ കാണിക്കുന്ന പോലെ ഒരു ഡയൽ വന്നിട്ടുണ്ട്. ഈ ഡയൽ അഡ്ജസ്റ്റ് ചെയ്ത് ലോ, മീഡിയം, ഹൈ ഇങ്ങനെ 3 രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും കൂടാണ്ട് നമുക്ക് ഡിവൈസ് ഉപയോഗിച്ച് വളരെ ചെറുതാണ്, കോയിൻ്റെ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ ഒരു പെൻഡൻറ്റ്, ഒരു നെക്ലേസ് പോലൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ കുറേ സ്മൈലി സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ആ സ്മൈലി നമുക്ക് ഒട്ടിച്ച് വെച്ചാൽ ഇത് മൈക്കാണെന്ന് അറിയ പോലുമില്ല. വളരെ എന്താണെന്ന് അറിയാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വില പറയുകയാണെങ്കിലും ബാക്കിയുള്ള ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ബാക്കിയുള്ള ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില വളരെ കുറവാണ്. 20,000-ന് താഴെ മാത്രമേ, ഏകദേശം 18,000 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില വരുന്നത്. 20,000-ന് താഴെ മാത്രമേ ഇതിൻ്റെ വില വരുന്നുള്ളൂ. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മൈക്കുകളേക്കാൾ ദൂരം കൂടുതൽ, 300 മീറ്റർ വരെ, 1000 ഫീറ്റാണ് പറയുന്നത്. 1000 ഫീറ്റ്, 300 മീറ്റർ വരെ ദൂരത്തിൽ നമുക്കിത് കവർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഔട്ട്ഡോറിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ലെങ്ത് വളരെ നല്ലൊരു കാര്യമാണ്. 2 നോയ്സ് റിഡക്ഷൻ ഉണ്ട് ഇതിനകത്തും. നോയ്സ് റിഡക്ഷൻ ബട്ടൺ തന്നെ നമുക്ക് ക്യാമറയുടെ ആപ്പ് വഴി കണക്ട് ചെയ്യുമ്പോൾ സ്റ്റിൽ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് ആ ബട്ടൺ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഇന്ന് കിട്ടാവുന്നതിൽ ഒരു ബെസ്റ്റ് ചോയ്സാണ് ഹോളി ലാൻഡിന്റെ ലാബ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ബൈ.